ഒരു രാഷ്ട്രീയ മത്സരമാക്കി മാറ്റുക എന്നതായിരുന്നു UDF കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലും കേരളത്തിലും പൊതുവെ സ്വീകരിച്ച സമീപനം. അപ്പോൾ സാമുദായികമായ ധ്രുവീകരണം സൃഷ്ടിച്ചെടുക്കാനും മതപരമായിട്ടുള്ള ധ്രുവീകരണം സൃഷ്ടിച്ചെടുക്കാനും നടത്തിയ പരിശ്രമങ്ങൾക്കേറ്റ കനത്ത തിരിച്ചടി കൂടിയാണ് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ തുടർച്ചയായി CPMന് ലഭിക്കുന്ന പരാജയത്തിൻ്റെ പ്രധാന കാരണമെന്നാണ് എൻ്റെ വിശ്വാസം. മുസ്ലിം പ്രീണനം ലക്ഷ്യം വെച്ചുകൊണ്ട് അവരെ തെറ്റിദ്ധരിപ്പിക്കാനും അതുവഴി ന്യൂനപക്ഷ വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കി തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനും വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് CPM പ്രത്യേകിച്ചും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ നടത്തിയത്. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കാൻ അവസരമൊരുക്കിയ മുഴുവൻ കൊല്ലത്തെ വോട്ടർമാരോടും അതിനായി പ്രവർത്തിച്ച ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകരോടുമുള്ള അഗൈതവുമായ നന്ദിയും കടപ്പാടും ആദ്യമേ തന്നെ ഞാൻ അറിയിക്കുകയാണ്. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ നല്ല മത്സരമായിരുന്നു നടന്നത്. ഞാൻ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു രാഷ്ട്രീയ മത്സരമാക്കി മാറ്റുക എന്നതായിരുന്നു UDF കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലും കേരളത്തിലും പൊതുവെ സ്വീകരിച്ച സമീപനം. ദേശീയ തലത്തിലൊരു മതേതര ജനാധിപത്യ ഗവൺമെൻറ് അധികാരത്തിലെത്തുക എന്ന വ്യക്തമായ ലക്ഷ്യം, ആ ഒരു പൊളിറ്റിക്കൽ പോയിൻ്റാണ്, രാഷ്ട്രീയ വിഷയമാണ് കേരളത്തിലെ വോട്ടർമാരുടെ മുമ്പാകെ UDF പ്രധാനമായും മുന്നോട്ട് വെച്ചത്. ഒരു മതേതര ജനാധിപത്യ ഗവൺമെൻറ് വീണ്ടെടുക്കാൻ കഴിയണമെങ്കിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള UDF ജയിക്കണം, കൂടുതൽ സീറ്റ് വാങ്ങി ജയിച്ചേ മതിയാകൂ എന്ന ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാനും അത് നല്ലതുപോലെ കൺവിൻസ് ചെയ്യാനും UDFൻ്റെ പ്രചാര പ്രവർത്തനങ്ങൾക്ക്, ഒറ്റക്കെട്ടായ പ്രചാര പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്ത് UDFൻ്റെ മെച്ചപ്പെട്ട മുന്നേറ്റം കൈവരിക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞത് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. കൂട്ടായ പ്രവർത്തനവും പൊതു നിലപാടുകളും സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ UDFന് ഒറ്റക്കെട്ടോടുകൂടി മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ തികച്ചും വ്യത്യസ്തമായി നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ 2019 ആവർത്തിച്ച് അല്ലെങ്കിൽ ചെയ്ത അതേ ക്യാമ്പയിനാണ്. വ്യക്തിഗതമായിട്ടുള്ള അപകീർത്തികരമായിട്ടുള്ള ക്യാമ്പയിൻ തന്നെയാണ്. അപവാദ പ്രചരണങ്ങളിലൂടെയാണ് തെരഞ്ഞെടുപ്പിൽ അട്ടിമറി വിജയം നേടാൻ വേണ്ടി CPM പരിശ്രമിച്ചത്. അതിൽ വീണ്ടും ഞാൻ ജയിച്ചാൽ BJPയിൽ ചേരുമെന്നും പ്രചണ്ഡമായ പ്രചാര പ്രവർത്തനങ്ങളായിരുന്നു. തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നതിന് ഒരു മാസം മുമ്പ് തന്നെ ആ ക്യാമ്പയിൻ ആരംഭിച്ചു. വലിയ തോതിൽ ആ ക്യാമ്പയിൻ മർമറിംഗ് ക്യാമ്പയിനായിട്ടും അല്ലാതെയുള്ള പ്രചരണങ്ങളിലും ഈ പ്രാവശ്യവും തൊടുത്തുവിട്ടു. അപ്പോൾ സാമുദായികമായ ധ്രുവീകരണം സൃഷ്ടിച്ചെടുക്കാനും മതപരമായിട്ടുള്ള ധ്രുവീകരണം സൃഷ്ടിച്ചെടുക്കാനും നടത്തിയ പരിശ്രമങ്ങൾക്കേറ്റ കനത്ത തിരിച്ചടി കൂടിയാണ് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ തുടർച്ചയായി CPMന് ലഭിക്കുന്ന പരാജയത്തിൻ്റെ പ്രധാന കാരണമെന്നാണ് എൻ്റെ വിശ്വാസം. രാഷ്ട്രീയമായി പ്രശ്നങ്ങളെ പ്രതിരോധിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് സാമുദായികവും വർഗീയവും വ്യക്തിഗതവുമായിട്ടുള്ള അധിക്ഷേപങ്ങൾക്ക് തുനിയുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. എൻ്റെ അഭിപ്രായത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ CPM രാഷ്ട്രീയമായി 100% പ്രതിരോധത്തിലായിരുന്നു. കാരണം മതേതര ജനാധിപത്യ ഇന്ത്യയെ വീണ്ടെടുക്കണമെന്നുള്ള മതേതര വിശ്വാസികളുടെയും മതന്യൂനപക്ഷ വിഭാഗത്തിൻ്റെയും ആ ആവശ്യം സാക്ഷാത്കരിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് അല്ലാതെ മറ്റൊരു ബദലില്ല എന്ന യാഥാർത്ഥ്യം CPM തന്നെ അംഗീകരിച്ചു. തൊട്ടയൽപക്കത്തെ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ DMKയുമായി സഖ്യം, രാജസ്ഥാനിൽ കോൺഗ്രസുമായി സഖ്യം. അപ്പം മറ്റൊരു യുക്തിസഹമായ വിശദീകരണം പോലും നൽകാൻ കഴിയാത്ത നിലയിൽ രാഷ്ട്രീയമായി CPM കേരളത്തിൽ പ്രതിരോധത്തിലായതുകൊണ്ട് തന്നെയാണ് വലിയ തോതിലുള്ള തിരിച്ചടി അവർക്ക് കിട്ടിയത്. രാഷ്ട്രീയമായി ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് പലപ്പോഴും മുസ്ലിം സമൂഹത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രചാര പ്രവർത്തനത്തിനാണ് CPM നേതൃത്വം കൊടുത്തത്. പ്രത്യേകിച്ചും കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തിയത് മുഴുവൻ മുസ്ലിം പ്രീണനം ലക്ഷ്യം വെച്ചുകൊണ്ട് അവരെ തെറ്റിദ്ധരിപ്പിക്കാനും അതുവഴി ന്യൂനപക്ഷ വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കി തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനും വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് CPM പ്രത്യേകിച്ചും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ നടത്തിയത്. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ വന്ന് 3 യോഗങ്ങളിൽ അദ്ദേഹം പ്രസംഗിച്ചു. 3 യോഗങ്ങളും മുസ്ലിം കേന്ദ്രീകൃത പ്രദേശങ്ങളിൽ സെലക്ട് ചെയ്തിട്ടാണ് വന്ന് പ്രസംഗിച്ചത്. അതിന് 3 ദിവസം മുമ്പാണ് പൗരത്വ സംരക്ഷണ നിയമം എന്ന പേരിൽ മുസ്ലിം സാമുദായിക നേതാക്കളെ ആകെ വിളിച്ചു വരുത്തിക്കൊണ്ടുള്ള പൗരത്വ സംരക്ഷണ സമിതി യോഗം വിളിച്ചു ചേർത്തത്.
അപ്പോൾ ആ രൂപത്തിൽ കേരളത്തിൽ സാമുദായിക വർഗീയതയെ പരിപോഷിപ്പിക്കാൻ വേണ്ടി CPM നടത്തിയ പരിശ്രമങ്ങളെ മുസ്ലിം സമുദായം ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ സമൂഹങ്ങൾ നല്ലതുപോലെ തിരിച്ചറിഞ്ഞു. നമുക്കറിയാം, പൗരത്വ നിയമവും 4 വർഷങ്ങൾക്ക് മുമ്പ് പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമം അതൊരു തെരഞ്ഞെടുപ്പിൽ അജണ്ടയാകരുത് എന്നുള്ളതായിരുന്നു കോൺഗ്രസിൻ്റെയും UDFൻ്റെയും ഒക്കെ ആഗ്രഹം. കാരണം അതൊരു അജണ്ടയായാൽ അതിൻ്റെ ബെനഫിഷ്യറി എന്ന് പറയുന്ന BJP ആണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങളിൽ വളരെ പക്വമായ രാഷ്ട്രീയ നിലപാട് കേന്ദ്രത്തിലെ കോൺഗ്രസ് നേതൃത്വമൊക്കെ സ്വീകരിച്ച ഘട്ടത്തിൽ അത് ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ട് ആ വിഷയങ്ങൾ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങളാക്കി മാറ്റി തീർക്കാൻ പരിശ്രമിച്ചത് വിഷയത്തോടുള്ള പ്രതിബദ്ധതയും ആത്മാർത്ഥതയുമല്ല, മറിച്ച് വിഷയത്തെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാമുദായികമായ ധ്രുവീകരണം സൃഷ്ടിച്ച് വോട്ട് വാങ്ങാൻ വേണ്ടി നടത്തിയ പരിശ്രമമാണ്. അത് ന്യൂനപക്ഷ സമൂഹം നല്ലതുപോലെ തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ സമൂഹത്തിൻ്റെ ഏകീകരണത്തോടൊപ്പം തന്നെ ഭൂരിപക്ഷ സമൂഹത്തിൻ്റെയും പിന്തുണ UDFന് കേരളത്തിൽ ആർജിക്കാൻ കഴിഞ്ഞു. അതിൻ്റെ കൂടി ഫലമാണ് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലും അതുപോലെ തന്നെ കേരളത്തിൽ പൊതുവെയും ഉണ്ടായത് എന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനങ്ങൾ തെളിയിക്കുന്നത്. എന്നാൽ ഗൗരവതരമായ പ്രശ്നം തന്നെയാണ് തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ UDF പരാജയപ്പെട്ടു, BJP അക്കൗണ്ട് ഓപ്പൺ ചെയ്തു, അത് നല്ല ഭൂരിപക്ഷത്തോടു കൂടി അക്കൗണ്ട് ഓപ്പൺ ചെയ്തു എന്നുള്ളത് ഗൗരവതരമായിട്ടുള്ള പ്രശ്നമാണ്. മാത്രമല്ല ഒരു കാര്യം ഞാൻ അഡ്മിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ 1,03,000 വോട്ടുണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ 1,66,000 വോട്ടായി വർദ്ധിച്ചു. വോട്ടിംഗ് പെർസെൻറ്റേജിൻ്റെ കാര്യത്തിൽ BJPക്ക് കൈവരിച്ചിട്ടുള്ള ഒരു വർധനവ് ഗൗരവത്തോടു കൂടി തന്നെ ഞങ്ങൾ ഈ അവസരത്തിൽ കാണുന്നു. വിശദമായ വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ചുകൊണ്ട് അതിനെ അതിജീവിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ തീർച്ചയായിട്ടും സ്വീകരിക്കുമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. തൃശ്ശൂർ മാത്രമല്ല, ആറ്റിങ്ങൽ മണ്ഡലത്തിൽ, ആലപ്പുഴ മണ്ഡലത്തിൽ, അതുപോലെ തിരുവനന്തപുരം മണ്ഡലത്തിൽ ഒക്കെ വന്നിട്ടുള്ള, ഈവൻ ഞാൻ പ്രതിനിധീകരിക്കുന്ന കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലും ഏതാണ്ട് 1,66,000 വോട്ട്, ഏതാണ്ട് 6.6% വോട്ടിൻ്റെ 7%-ലധികം വോട്ടിൻ്റെ വർധനവുണ്ടായി. ഞാൻ പരിശോധിച്ചപ്പോൾ അത് കൊല്ലത്ത് ഞങ്ങളുടെ ഏതാണ്ട് 3% വോട്ട് കുറഞ്ഞപ്പോൾ CPMൻ്റെ 4.3% വോട്ട് അവർക്ക് കുറഞ്ഞു. അപ്പോൾ ഈ ഒരു പ്രൊപ്പോർഷനിൽ UDFൻ്റെയും LDFൻ്റെയും വോട്ടുകളിൽ ചോർച്ച ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് അതിനെ അതിജീവിക്കാൻ കഴിയുന്ന നിലയിൽ ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇതോട് പറഞ്ഞു, ദേശീയതലത്തിൽ ഒരു ഭരണമാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ കൃത്യമായ പ്രതീകമായിരുന്നു ദേശീയ തലത്തിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇന്ന് അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വികാരമാണ് സത്യത്തിൽ പ്രകടിപ്പിച്ചത് ജനങ്ങൾ. 400-ലധികം സീറ്റ് വാങ്ങി വർദ്ധിത ഭൂരിപക്ഷത്തോടുകൂടി ഭരണഘടന ഭേദഗതി ചെയ്യാൻ പര്യാപ്തമായ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരുമെന്ന് പാർലമെൻറ്റിൽ വീമ്പിളക്കിയ പ്രധാനമന്ത്രി പാർലമെൻറ്റിൻ്റെ അവസാന സമ്മേളനത്തിൽ നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി പ്രസംഗിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അന്ന് അദ്ദേഹം പറഞ്ഞ 3ാം മോദി ഗവൺമെൻറ്റിൻ്റെ കാലയളവിൽ ലോകത്തെ 3ാമത്തെ ധനശക്തിയായി ഇന്ത്യ മാറും എന്നാണ്. പ്രധാനമന്ത്രി തന്നെ തൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അവകാശവാദം ഉന്നയിക്കുന്ന നിലവാര തകർച്ചയിലേക്ക് അദ്ദേഹം പാർലമെൻറ്റിലെ പ്രസംഗത്തിൽ പോലും പോയി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ 3ാം മോദി ഗവൺമെൻറ് അധികാരത്തിൽ 400-ലധികം സീറ്റ് വാങ്ങി ജയിക്കും എന്ന് പറഞ്ഞിട്ടാണ്. ഇതായിരുന്നു ക്യാമ്പയിൻ്റെ മൊത്തത്തിൽ ആരംഭിച്ച ക്യാമ്പയിൻ. അപ്പം 400-ലധികം സീറ്റ് വാങ്ങി വലിയ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കുമെന്ന അഹങ്കാരത്തോടും ധിക്കാരത്തോടും കൂടി പറയുക, തെരഞ്ഞെടുപ്പ് സത്യപ്രതിജ്ഞാ തീയതി തീരുമാനിക്കുക, ഉദ്യോഗസ്ഥരുടെ യോഗം. ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമ്പോഴാണ് കേന്ദ്രതലത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്ത് വരുന്ന 100 ദിവസക്കാലത്തെ പദ്ധതികളെ സംബന്ധിച്ച് ചർച്ച ചെയ്തു. എന്തൊരു ശുദ്ധമായ നിയമവിരുദ്ധമായ പ്രവർത്തനമല്ലേ! എന്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്! രാജ്യത്തെ കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ചു ചേർത്ത് പെരുമാറ്റച്ചട്ടം ഇന്ന് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലേ ഉള്ളൂ, അല്ലെങ്കിൽ ഇന്നലെ വരെയായിരുന്നു പെരുമാറ്റച്ചട്ടം. ആ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമ്പോൾ കേന്ദ്രതല ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ചു ചേർത്ത് വരുന്ന പുതിയ ഗവൺമെൻറ്റിൻ്റെ 100 ദിവസത്തെ കർമ്മപരിപാടികൾ ആസൂത്രണം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ധിക്കാരത്തിനും ധാർഷ്ട്യത്തിനും ഏറ്റ കനത്ത തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട.
മതേതര ജനാധിപത്യ ഇന്ത്യയെ വീണ്ടെടുക്കാൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന ഭാരത് ജോഡോ യാത്രയും ഭാരത് ജോഡോ ന്യായ യാത്രയുടെയും അതിശക്തമായിട്ടുള്ള പ്രത്യാഘാതം കൂടിയാണ്, പ്രതിഫലനം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃപരമായ പങ്ക് ഒരു വീഴ്ചയുമില്ലാതെ, അപക്വമായ ഒരു പരാമർശം പോലും നടത്താതെ 2-2.5 മാസക്കാലം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ, അതിനു മുമ്പ് നടന്ന ഭാരത് ജോഡോ ന്യായയാത്ര, ഭാരത് ജോഡോ യാത്ര, എത്ര പ്രഭാഷണങ്ങൾ, റാലികൾ, സമ്മേളനങ്ങൾ അദ്ദേഹം അഭിസംബോധന ചെയ്തു. തികച്ചും വളരെ മെച്യൂർഡായിട്ടുള്ള, പക്വമായിട്ടുള്ള, ഒരു തരത്തിലുള്ള ഒരു വീഴ്ചയുമില്ലാതെ ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിന് നേതൃത്വം കൊടുത്ത രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി കൈവരിച്ച ഒരു വലിയ വിജയം എന്ന് തന്നെ അവകാശപ്പെടാൻ വേണ്ടി കഴിയും. കുറേ കൂടി നേരത്തെ ഒരുപക്ഷെ ഇന്ത്യ മുന്നണി കെട്ടുറപ്പോടെ ഐക്യത്തോടുകൂടി രൂപീകരിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ സ്ഥിതി വ്യത്യസ്തമാകുമായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം ഏറ്റവും നല്ല എഫർട്ട് ഈ കാര്യത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ ഈ മുന്നണിയുടെ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ, അദ്ദേഹവും പ്രസിഡന്റ് ആയതിനു ശേഷവും കോൺഗ്രസിൽ വന്നിട്ടുള്ള ഏറ്റവും നല്ല ഈ മുന്നേറ്റം തീർച്ചയായിട്ടും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ ഗവൺമെൻറ് രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നു. ഇന്ന് ഇന്ത്യ മുന്നണിയുടെ യോഗമുണ്ട്. തീർച്ചയായിട്ടും വളരെ ഗൗരവത്തോടു കൂടിയാണ് വർത്തമാനകാല രാഷ്ട്രീയത്തെ, ഇന്ത്യൻ രാഷ്ട്രീയത്തെ കാണുന്നത്. പ്രതിപക്ഷ കക്ഷികളുടെ യോജിച്ച മുന്നേറ്റത്തിന് അതിൽ കോൺഗ്രസ് നടത്തി, മാത്രവുമല്ല ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, കോൺഗ്രസ് 300-350 സീറ്റുകളിൽ മത്സരിക്കുന്ന കോൺഗ്രസ്, ആ മത്സരിക്കുന്ന സീറ്റുകൾ പോലും മറ്റ് കക്ഷികൾക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള വിശാലമായ സമീപനമാണ് സത്യത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായത്. അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിലെ വലിയ മുന്നേറ്റത്തിന്, ഇന്ത്യ മുന്നണിയുടെ, പ്രതിപക്ഷ മുന്നണിയുടെ മുന്നേറ്റത്തിന് സഹായകരമായി എന്നാണ് പ്രാഥമികമായി വിലയിരുത്താൻ കഴിയുന്നത്. സർക്കാർ രൂപീകരണത്തിന് ഇന്ത്യ മുന്നണി ശ്രമിക്കും എന്നുള്ള ചർച്ചകളൊക്കെ ഉണ്ട്. NDA അവർ നയിക്കാൻ പോവുകയാണ്. എന്താണ് RSP ഡിസിഷൻ എടുക്കുന്നത് പറയുന്നുണ്ടോ? ഇല്ല, പൊതു രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നിലപാട്, കാരണം ഈ ഗവൺമെൻറ് മാറണമെന്ന കാര്യത്തെ സംബന്ധിച്ചിടത്തോളം RSPക്ക് ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. ഏത് മതേതര ജനാധിപത്യ പാർട്ടികളുമായി ചേർന്നുകൊണ്ടൊരു ബദൽ ഗവൺമെൻറ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെങ്കിൽ ആ സാധ്യത തീർച്ചയായും പരിശോധിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം ഈ ഗവൺമെൻറ് രാജ്യത്ത് അധികാരത്തിൽ നിന്ന് പോകണം, പോയി ഒരു ബദൽ ഗവൺമെൻറ് രാജ്യത്ത് അധികാരത്തിൽ വരണം. അത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഇപ്പോൾ സാധ്യമായില്ലെങ്കിൽ തീർച്ചയായും ഈ പാർലമെൻറ്റിൻ്റെ കാലയളവിൽ അത് സാധ്യമാകും എന്നുള്ള നല്ല വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. കാരണം ഒരു കോalition ഗവൺമെൻറ്റിനെ, ഒരു മുന്നണി സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു കാരണവശാലും നരേന്ദ്രമോദിക്കാകില്ല. കാരണം 10 വർഷക്കാലം ഒരു ഡിക്റ്റേറ്ററായി രാജ്യത്ത് അധികാരത്തിലിരുന്ന ഒരാൾക്ക് ഒരു മുന്നണി സംവിധാനത്തെ കെട്ടുറപ്പോടുകൂടി രാജ്യത്ത് ഭരണം നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഏതെങ്കിലും കാരണവശാൽ ഇപ്പോൾ സാധ്യമായില്ലെങ്കിൽ ഈ 18ാം ലോക്സഭയുടെ കാലയളവിൽ ഒരു ബദൽ ഗവൺമെൻറ് ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാവുന്നതാണ്. ഈ മുസ്ലിം പ്രകടനത്തിനായി CPM അവിടെ വലിയ രീതിയിൽ ശ്രമം നടത്തി. മുഖ്യമന്ത്രി അവിടെ അങ്ങനത്തെ സ്ഥലങ്ങളിലെല്ലാം, ന്യൂനപക്ഷ മേഖലകളിലെല്ലാം വന്ന് പ്രചാരണം നടത്തിയെന്നാണ് പറയുന്നത്. ഇത് മൊത്തത്തിലൊരു നിലപാടാണോ അതോ CPM മുന്നോട്ട് പോകുന്നത്? കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ മാത്രമല്ല, കേരളത്തിലാകെ നടത്തിയ ക്യാമ്പയിൻ്റെ കുന്തമുന അതായിരുന്നു. ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ കമ്മ്യൂണിറ്റിയെ പ്രീണിപ്പിക്കുക, അങ്ങനെ ഒരു ധ്രുവീകരണ, അത് പൗരത്വ നിയമ ഭേദഗതിയോടുള്ള വിയോജിപ്പാണെങ്കിൽ അതൊക്കെ ശക്തമായി രേഖപ്പെടുത്തേണ്ട സമയത്ത് ആ നിലയിലുള്ളൊരു പ്രതികരണവും ആ നിലയിൽ പ്രത്യക്ഷമായ സമരരംഗത്തേക്കൊന്നും CPM വന്നില്ല ആ കാലയളവിൽ. അന്ന് ഏറ്റവും കൂടുതൽ റാലികളും പ്രതിഷേധ റാലികളും ഒക്കെ സംഘടിപ്പിച്ചത് കോൺഗ്രസും UDFും ഒക്കെയാണ് കേരളത്തിൽ. അന്ന് ഇത്തരത്തിൽ പ്രത്യക്ഷമായ ഒരു റാലിയും ഒരു സമ്മേളനവും ഒന്നും അങ്ങനെ കാര്യമായി നടത്താത്തവർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം കഴിഞ്ഞ് പ്രചരണം ആരംഭിച്ചതിന് ശേഷം പൗരത്വ സംരക്ഷണ റാലിയുമായി മുന്നോട്ട് വരിക, പ്രത്യേക റാലികൾ സംഘടിപ്പിച്ചിട്ട് അതിലെല്ലാം മുസ്ലിം സംഘടനാ നേതാക്കളെയും വിളിച്ച് വേദിയിലിരുത്തുക, ക്ലിയർലി ഒരു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ മാത്രമല്ലേ. അപ്പോൾ സ്വാഭാവികമായും അത് കുറേ കഴിഞ്ഞപ്പോൾ അവർക്ക് തന്നെ മനസ്സിലായി. മാത്രവുമല്ല,
പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പരാമർശങ്ങൾക്ക് സമാനമായ പരാമർശങ്ങളാണല്ലോ രാഹുൽ ഗാന്ധിയെക്കുറിച്ചും കോൺഗ്രസിനെക്കുറിച്ചും ഒക്കെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നടത്തിയത്. കാരണം BJPയും RSSും ഒക്കെ കഴിഞ്ഞ കാലങ്ങളിൽ രാഹുൽ ഗാന്ധിയെ അധിക്ഷേപിച്ചുകൊണ്ട് നടത്തിയൊരു വാക്കുണ്ട്. ആ വാക്ക് അന്വർത്ഥമാക്കുന്ന നിലയിലാണ് രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനങ്ങളെന്ന് പറയേണ്ടി വരുമെന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ പരോക്ഷമായി അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്ന നിലപാട് പോലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ നാവുകളിൽ നിന്നുണ്ടായി. അപ്പോൾ ഇതെല്ലാം തെളിയിക്കുന്നത് BJPയെ പരോക്ഷമായിട്ടെങ്കിലും സഹായിക്കുന്ന നിലപാടാണ് കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്, CPMൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ ഒരു വർഗീയ ധ്രുവീകരണം ഒരിക്കലും മതേതര രാഷ്ട്രീയത്തെ സഹായിക്കുന്നതല്ല. അതിൻ്റെയൊക്കെ ഗുണഭോക്താവായി വരാൻ പോകുന്നത് BJP ആണ് എന്നുള്ള തിരിച്ചറിവുണ്ടാകണ്ടേ? അതിന് പകരമായിട്ടുള്ളൊരു ക്യാമ്പയിൻ നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് എടുത്ത വളരെ പക്വമായ ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിൻ. അതൊരു പ്യുവർലി പൊളിറ്റിക്സ് ആയിരുന്നു. അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലായ്മ, വിലക്കയറ്റം, അതുപോലെയുള്ള ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയും മതേതര ജനാധിപത്യത്തെ ഇന്ത്യയെ വീണ്ടെടുക്കുകയും ചെയ്യുന്ന ആ പൊതുരാഷ്ട്രീയത്തിലൂന്നി നിന്നുകൊണ്ട് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ദേശീയ തലത്തിലെടുത്തൊരു ക്യാമ്പയിൻ, അത് കൺവിൻസിംഗായി അവതരിപ്പിക്കാൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ക്യാമ്പയിന് കഴിഞ്ഞു. അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ വിജയം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതായിരുന്നില്ല കേരളത്തിലെ ക്യാമ്പയിൻ LDF ഏറ്റെടുത്തത്. ആ ചോർച്ച കാര്യമായിട്ടുണ്ടല്ലോ. UDFൻ്റെ വോട്ട് ബാങ്കിൽ 2% പോയിട്ടുണ്ട്, LDFൻ്റെയും വോട്ട് ബാങ്കിൽ ചോർച്ചയുണ്ടായിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഗൗരവതരമായ പരിശോധന. കൊല്ലത്ത് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് എടുത്താൽ 4.2ഉം 3.somethingുമാണ്. ആ ടോട്ടൽ പെർസെൻറ്റേജാണ് ഇപ്പോൾ BJPക്ക് വന്നിരിക്കുന്ന വർധനവ്. അതുപോലെ ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയും അസസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ കഴിയും. അതിൻ്റെയൊക്കെ പ്രതിഫലനം അതിൻ്റെയൊക്കെ ഗുണഭോക്താവായി മാറിയിട്ടുള്ളത് BJPയാണ്. ഈ കേന്ദ്രീകൃതമായിട്ടുള്ള പ്രചരണത്തിൻ്റെ ഒക്കെ ഗുണഭോക്താവായി മാറിയിട്ടുള്ളത് BJPയാണ് എന്നുള്ളത് ഒരു സംശയവും വേണ്ട. കാരണം കൊല്ലം ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ച് നല്ലതൊരു അങ്ങനെ BJPക്ക് വലിയ വേരോട്ടവും ഒരു നിയോജക മണ്ഡലം 1-2 മണ്ഡലം ഒഴിച്ചാൽ അത്രയും മറ്റു മണ്ഡലങ്ങളെ അപേക്ഷിച്ച് അങ്ങനെ സ്വാധീനമുള്ള മേഖലയല്ല. അവിടേക്ക് 1,66,000 വോട്ട് പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ കണക്ക് നോക്കിയപ്പോഴാണ് LDFൻ്റെ വോട്ടിംഗ് ശതമാനത്തിൽ വന്നിട്ടുള്ള കുറവും UDFൻ്റെ വോട്ടിംഗ് ശതമാനത്തിൽ വന്നിട്ടുള്ള കുറവും രണ്ടും കൂടെ ചേർക്കുമ്പോൾ BJPക്ക് വന്ന 7.2% കറക്റ്റായിട്ട് വരും. തീർച്ചയായിട്ടും മോദി വിരുദ്ധ വികാരം എങ്ങനെ കൊടുങ്കാറ്റായി ഈ തെരഞ്ഞെടുപ്പിൽ. മോദി വിരുദ്ധ വികാരത്തിൽ പ്രധാനം മതേതര ഇന്ത്യയെ മാറ്റി മതരാഷ്ട്രമാക്കി മാറ്റാൻ ഭരണഘടന ഭേദഗതി ചെയ്യും. സംവരണമടക്കമുള്ള ആനുകൂല്യങ്ങൾ അട്ടിമറിക്കപ്പെടും. ഈ ഗൗരവമായ രാഷ്ട്രീയ പ്രശ്നത്തോടൊപ്പം വിലക്കയറ്റം, തൊഴിലില്ലായ്മ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളടക്കം ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വികാരം ഉയർന്നു വന്നതുപോലെ കേരളത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള അതിശക്തമായ പ്രതികരണമാണ്. അതിൽ ഒന്നുകൂടി സ്പെസിഫിക്കായി പറയാം, പേഴ്സണലല്ല, പിണറായി വിരുദ്ധ വികാരം ആഞ്ഞടിച്ചൊരു തെരഞ്ഞെടുപ്പാണ്. അതിൽ മലബാറിലെ വോട്ടിംഗ് പാറ്റേൺ നിങ്ങളെടുത്ത്, തെക്കിൽ അത്രയില്ല. മലബാറിലെ വോട്ടിംഗ് പാറ്റേൺ എടുത്തു കഴിഞ്ഞാൽ മലബാറിൽ ഉണ്ടായിട്ടുള്ള മുന്നേറ്റം, UDF കൈവരിച്ച മുന്നേറ്റം തെക്കൻ കേരളത്തിൽ ആ രൂപത്തിൽ വന്നിട്ടില്ല. ഇപ്പം നമുക്കറിയാം, ഈ പറയുന്ന മട്ടന്നൂർ നിയോജക മണ്ഡലവും ധർമ്മടം നിയോജക മണ്ഡലം ഉൾപ്പെടെയുള്ള കൂത്തുപറമ്പ് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലൊക്കെ വന്നിരിക്കുന്ന മാറ്റം എന്തു മാറ്റമാണത്? CPMന് ഒറ്റയ്ക്ക് ജയിക്കാൻ കഴിയുന്ന അതിശക്തമായ സ്വാധീനമുള്ള മേഖലകളിൽ വലിയ തോതിൽ വോട്ട് ചോർച്ച വന്നു എന്ന് പറഞ്ഞാൽ CPM പ്രവർത്തകർ മാറി വോട്ട് ചെയ്തു എന്നാണ്. CPM പ്രവർത്തകർ മാറി ആർക്ക് വോട്ട് ചെയ്തു? കുറേ UDFന് കിട്ടിയിട്ടുണ്ട്, കുറേ BJPക്ക് പോയിട്ടുണ്ട്. ആ വോട്ട് മാറ്റം എന്ന് പറയുന്നത് പാർട്ടിക്കുള്ളിൽ ഒരു പൊളിച്ചെഴുത്ത് അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ള അതിശക്തമായിട്ടുള്ള പ്രതിഷേധമായിട്ടേ കാണാൻ കഴിയൂ. മലബാർ മേഖലയിൽ അതാണ്. പാലക്കാട് ജില്ല, ആലത്തൂർ ഒരു മണ്ഡലം ഒഴിച്ചാൽ അവിടെ എല്ലായിടവും നല്ല ഭൂരിപക്ഷത്തോടു കൂടിയാണ് എല്ലാ സ്ഥാനാർത്ഥികളും ജയിച്ചിട്ടുള്ളത്. അവിടുന്ന് മലബാറിൽ കാസർഗോഡ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസിയിലും നല്ല ഭൂരിപക്ഷത്തോടു കൂടിയാണ് ജയിച്ചിട്ടുള്ളത്. അത് പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടായിട്ടുള്ള ആഭ്യന്തരമായിട്ടുള്ള ഒരു പ്രശ്നത്തിൻ്റെ ഭാഗമാണ്
ഒരു സംശയവും വേണ്ട, സംസ്ഥാന ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള അതിശക്തമായ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ ആഞ്ഞടിച്ചിട്ടുണ്ട്. അത് കേരളത്തിൽ UDFൻ്റെ വിജയത്തിന് ആക്കം കൂട്ടിയിട്ടുണ്ട്. BJPയുടെ വോട്ടിംഗ് ശതമാനത്തിൽ വർധനവും ഉണ്ടാകാനും സഹായിച്ചിട്ടുണ്ട്. ആദ്യം വരുത്തേണ്ട തിരുത്തൽ മുഖ്യമന്ത്രി തൽസ്ഥാനത്തു നിന്ന് മാറുക എന്നുള്ളതാണ്. അതായിരിക്കണം തിരുത്തൽ. കാരണം ഇത്രയേറെ അഴിമതി ആരോപണത്തിന് വിധേയനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി, ആ അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടാൽ ഒരു അക്ഷരം മിണ്ടാതെ മൗനം അവലംബിച്ച് പ്രതിരോധിക്കുക, ആക്ഷേപം ഉന്നയിക്കുന്നവരെ മുഴുവൻ അവർക്കെതിരായി ED ഉപയോഗിച്ച് കേന്ദ്ര ഗവൺമെൻറ് കേസെടുക്കുന്നത് പോലെ സ്റ്റേറ്റ് വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉപയോഗിച്ച് കേസെടുക്കുക, ഇതൊക്കെ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് യോജിച്ചതാണ്. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കാനായി, എന്തുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇതര സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ പങ്കെടുത്തില്ല? ആ പാർട്ടി ചോദിക്കുമോ? ഏത് മുഖ്യമന്ത്രിയാണ് ഇതര സംസ്ഥാനങ്ങളിൽ പോകാതിരുന്നത്? ഒരൊറ്റ മുഖ്യമന്ത്രിയുടെ പേര്, ചന്ദ്രബാബു നായിഡു അടക്കം ഇവിടെ നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്ന സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ പാർട്ടി വേറൊന്നുമില്ലെങ്കിൽ പോലും നാമനിർദ്ദേശ പത്രിക, അത് മുഖ്യമന്ത്രിയല്ല, ഇവിടെ വന്നു, എല്ലാ മുഖ്യമന്ത്രിമാരും വന്നു ഈ പ്രധാനമന്ത്രിയുടെ നോമിനേഷൻസ്. അങ്ങനെ പലതരത്തിലുള്ള ക്യാമ്പയിനുകളിൽ സ്റ്റേറ്റ് ചീഫ് മിനിസ്റ്റർ, അദ്ദേഹം പ്രഭാഷകനാണോ എന്നുള്ളതല്ല, സംസ്ഥാന മുഖ്യമന്ത്രിമാർ ഇതര സംസ്ഥാനങ്ങളിൽ പോയി പ്രചരണം നടത്തുമ്പോൾ അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ട്. CPMന് ആകെ ഉള്ളത് ഒരു മുഖ്യമന്ത്രിയാണ് രാജ്യത്ത്. ഏറ്റവും കൂടുതൽ അവരുടെ സീറ്റുകൾ മത്സരിക്കുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. അതുപോലെ തന്നെ പശ്ചിമ ബംഗാളിനെ പോലെ തന്നെ പിന്നെ മറ്റ് സംസ്ഥാന, രാജസ്ഥാൻ അടക്കമുള്ള സംസ്ഥാനങ്ങൾ, തമിഴ്നാട്. എന്തുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ ഒന്നും തെരഞ്ഞെടുപ്പ് ക്യാമ്പയിന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പോയില്ല? അപ്പോൾ തിരുത്തൽ വരുത്തണമെന്നുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്ന് അദ്ദേഹം മാറി നിൽക്കുക എന്നുള്ളതാണ് യഥാർത്ഥ തിരുത്തൽ നടപടി. സത്യത്തിൽ തിരുത്തൽ നടത്തുമെന്നുണ്ടെങ്കിൽ അതായിരിക്കും ആദ്യത്തേത്. പിന്നെ അദ്ദേഹത്തിനെതിരായി ഉയർന്നു വന്നിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ, ഏറ്റവും ഒടുവിലുണ്ടായിട്ടുള്ള ബാർക്കോഴ, ആ ബാർക്കോഴ അഴിമതിയുമായി ബന്ധപ്പെട്ടല്ലേ KM മാണി സാറ് രാജിവെച്ചത്? അതെന്താ ഇവർക്ക് ബാധകമല്ലാത്തത്? നിയമസഭ തല്ലിത്തകർത്തത്, ഇതൊക്കെ CPM അധികാരത്തിലിരുന്നപ്പോൾ, ഇതൊക്കെ നടന്നപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞ വാചകം ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. മന്ത്രി മാത്രം മാറിയാൽ പോരാ, ഈ ഗവൺമെൻറ് തന്നെ പോകണം, മുഖ്യമന്ത്രി തന്നെ രാജിവെക്കണമെന്നാണ് അന്നത്തെ പാർട്ടി സെക്രട്ടറിയായ പിണറായി വിജയൻ പറഞ്ഞു. ഇതെന്താ അദ്ദേഹത്തിന് ബാധകമല്ല? സമാന സ്വഭാവത്തിലുള്ളൊരു കേസ് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ബാധകമല്ലാത്തത്? അപ്പോൾ ഇതെല്ലാം ജനം കാണുന്നുണ്ട്. അതിനെതിരായിട്ടുള്ളൊരു വലിയ വികാരം കൂടിയാണ്. തിരുത്തലുണ്ടാകുന്നെങ്കിൽ ആ തിരുത്തൽ വരുത്തേണ്ടത് ഭരണരംഗത്താണ്. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് അദ്ദേഹം മാറി നിന്ന് മറ്റൊരാളെ മുഖ്യമന്ത്രിയാക്കുക എന്നുള്ളത് മാത്രമാണ് CPMന് ഫലപ്രദമായ തിരുത്തൽ നടപടിയായി ചെയ്യാൻ കഴിയുന്നതും. അതുകൊണ്ട് മാത്രമേ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകാൻ പോകുന്നുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സാധാരണ ഏതെങ്കിലും പാർട്ടിയിൽ വലിയ തിരിച്ചടി പാർട്ടിയിൽ നിന്ന് തന്നെ ഒരു ചോദ്യം ഉയരുന്ന സ്വാഭാവികമാണ്. CPMൽ അത്തരത്തിലൊരു ചോദ്യം വരുന്നില്ല, അതിനുള്ള ധൈര്യക്കുറവാണ്. എന്താണ് CPMൽ ചോദ്യം അവസാനിച്ചിട്ട് എത്രയോ കാലമായി. മറ്റു പല ഏകാധിപത്യ പാർട്ടികളും ചെയ്യുന്നത് വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള രാഷ്ട്രീയം പോലെ CPMൽ ചോദ്യം ഉന്നയിച്ചിട്ട് എത്രയോ കാലമായി. ആര് ചോദിക്കാൻ, ആര് പറയാൻ? ഇത്രയും ഗുരുതരമായിട്ടുള്ള, നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, വ്യക്തിപരമായി ഇപ്പോൾ ജയരാജനെ പുകഴ്ത്തിക്കൊണ്ടൊരു ഗാനം എഴുതി എന്നതിൻ്റെ പേരിലല്ലേ അദ്ദേഹത്തെ താക്കിയത്? അദ്ദേഹമല്ല എഴുതിയത്. ഇവിടെ പിണറായി വിജയനെ ദൈവീക തുല്യനായി പ്രഖ്യാപിച്ചില്ലേ AK ബാലൻ? ആരാധനയ്ക്ക് അർഹനായിട്ടുള്ളയാളാണ് പിണറായി വിജയൻ എന്ന് പരസ്യമായ ഒരു കേന്ദ്ര കമ്മിറ്റി അംഗം പറഞ്ഞില്ലേ? എന്ത് നടപടിയെടുത്തു? പി ജയരാജനെക്കുറിച്ച്, ജയരാജനെ ഇഷ്ടമുള്ള ആൾക്കാർ, അദ്ദേഹത്തോട് അമിതമായ താല്പര്യമുള്ള ആൾക്കാർ ഒരു കവിത എഴുതി, പാട്ട് എഴുതി പ്രസിദ്ധീകരിച്ചു എന്നതിൻ്റെ പേരിൽ ഈ ജയരാജനെ താക്കീത് ചെയ്തു. VS അച്യുതാനന്ദൻ വ്യക്തിയാധിഷ്ഠിതമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് എന്ന് പറഞ്ഞ് VSന് കണ്ണേ കരളെ VS എന്ന മുദ്രാവാക്യം വിളിക്കുന്നതിനെ പോലും ശക്തമായി നിരോധിച്ചു. ആ നിരോധിച്ച സ്ഥലത്ത് ഇപ്പോൾ പിണറായി വിജയനെ ദൈവതുല്യമായി പാട്ടെഴുതുന്നു, തിരുവാതിര കളിക്കുന്നു. ഏതെല്ലാം തരത്തിലാണ് അദ്ദേഹത്തെ പാടി പൂഴ്ത്തുന്ന പാർട്ടിയുടെ കേന്ദ്ര നേതാക്കന്മാർ. എന്നിട്ട് അതിനെ ന്യായീകരിക്കുകയില്ലേ? അപ്പം പിന്നെ ആ പാർട്ടി ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പിൻപറ്റുന്ന പാർട്ടി എന്ന് എങ്ങനെ പറയാൻ പറ്റും? അതൊക്കെ പോയില്ലേ. അതാണ് പറഞ്ഞത്, ഇത് ഗുരുതരമായ പ്രത്യാഘാതമാണ് കേരളത്തിലുണ്ട്. അവർക്ക് ന്യായീകരിക്കാൻ പറ്റും. 2019 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 19 സീറ്റും പോയിട്ടും
ഞങ്ങൾ നല്ല 99 സീറ്റ് വാങ്ങി തിരിച്ച് അധികാരത്തിൽ വന്നു എന്ന ന്യായീകരണം ഉന്നയിക്കാൻ കഴിയും. പക്ഷേ രാഷ്ട്രീയം മാറി, കേരളത്തിൻ്റെ രാഷ്ട്രീയം മാറി. മാറുന്ന രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച വോട്ടിംഗ് പാറ്റേണിൽ വന്നിരിക്കുന്ന മാറ്റം. LDFൻ്റെ UDFൻ്റെ വോട്ടുകളിലൊക്കെ വന്നിട്ടുള്ള ആ മാറ്റത്തിൻ്റെ സൂചനകൾ പരിശോധിച്ചാൽ അറിയാം. വരാനിരിക്കുന്ന കേരളത്തിൻ്റെ രാഷ്ട്രീയം പുതുതായിരിക്കും. പഴയതുപോലെ CPMന് ഈ ഡാമേജ് മുഴുവൻ റിക്കവർ ചെയ്ത് തിരിച്ചു വരാൻ കഴിയില്ല. വരണമെന്നുണ്ടെങ്കിൽ ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഈ നേതൃത്വവുമായി ബന്ധപ്പെട്ട് CPMന് മുന്നോട്ട് പോയാൽ വലിയ തകർച്ചയെ ഭാവിയിൽ നേരിടും. ഈ വോട്ടിംഗ് പാറ്റേണിൽ വന്ന മാറ്റം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരെയായിരിക്കും ബാധിക്കുക? അത് ശരിയായ പഠനത്തിന് വിധേയമാക്കേണ്ടുന്ന കാര്യമാണ്. അത് അസംബ്ലി സെഗ്മെൻറ്റ് വൈസായി നമ്മൾ പരിശോധിക്കുമ്പോഴാണ് അതിൻ്റെ ഇമ്പാക്റ്റ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് ആരെ ബാധിക്കുമെന്നുള്ളത് വരുന്ന 2 വർഷക്കാലത്തെ പ്രവർത്തനവും ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. കാരണം BJP ഒരു രാഷ്ട്രീയ ശക്തിയായി വളർന്നു വരാൻ അവർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതോടുകൂടി അവരിൽ വലിയ പ്രതീക്ഷ വന്നിട്ടുണ്ട്. പക്ഷേ ആ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചുള്ള വളർച്ചയും മെച്ചവും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകണമെന്നില്ല. ഒരു സംശയവും വേണ്ട. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ നില ഇത് ദേശീയ തലത്തിൽ എന്തൊക്കെ പറഞ്ഞാലും ദേശീയ തലത്തിലൊരു ഗവൺമെൻറ് അധികാരത്തിലിരിക്കുന്നു. ഇപ്പോൾ സുരേഷ് ഗോപി ജയിച്ചാൽ ഉറപ്പാണ്, പരോക്ഷമായി തന്നെ പ്രധാനമന്ത്രി പോലും ഉറപ്പ് കൊടുത്തു, കേന്ദ്രത്തിൽ മന്ത്രിയാണ്. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ജയിച്ചാൽ മന്ത്രിയാണ്. വി മുരളീധരൻ ജയിച്ചാൽ മന്ത്രിയാണ്. അങ്ങനെയൊക്കെയുള്ള ദേശീയമായ ഒരു പരിപ്രേക്ഷ്യത്തിൻ്റെ പിൻബലത്തോടുകൂടി നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകതയുണ്ട്. ഈ ഒരു വോട്ടിംഗ് പെർസെൻറ്റേജിൻ്റെ വളർച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തായാലും BJPക്ക് കിട്ടാൻ പോകുന്നില്ല, സംസ്ഥാനാടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പായതുകൊണ്ട്. എന്നാലും നമ്മളതിൻ്റെ ഗൗരവം കുറച്ച് കാണുന്നില്ല, വളരെ ഗൗരവത്തോടെ. കാരണം യാഥാർത്ഥ്യമായി ഉൾക്കൊണ്ടുകൊണ്ട് പോയില്ല എന്നുണ്ടെങ്കിൽ വിലയിരുത്തലും ഭാവിയും ഒക്കെ വലിയ തരത്തിലുള്ള അപകടത്തിലായി വരും. ഞങ്ങളതിൻ്റെ ഗൗരവം കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ചർച്ച ചെയ്യും. അതിനെ അതിജീവിക്കാൻ ആവശ്യമായിട്ടുള്ള കർമ്മപരിപാടികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യും. കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഇതേ പാറ്റേൺ തന്നെയായിരുന്നു. ഇപ്പോൾ അന്ന് 3 നിയോജക മണ്ഡലങ്ങളിൽ, തിരുവനന്തപുരത്ത് പല 3 നിയോജക മണ്ഡലങ്ങളിൽ അന്ന് മത്സരിച്ച കഴിഞ്ഞ പ്രാവശ്യമല്ല, അതിൻ്റെ അങ്ങേ പ്രാവശ്യം. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നുമ്പോൾ ചിത്രം പൂർണ്ണമായിട്ടും മാറി. അതുകൊണ്ട് ആ ഒരു വോട്ടിംഗ് പെർസെൻറ്റേജ് നിലനിൽക്കണമെന്നില്ല. ആ ഒരു വോട്ടിംഗ് പെർസെൻറ്റേജ്, ഞാനത് ഒരു സാധ്യത മാത്രം പറയുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, വരുന്ന 2 വർഷക്കാലം നടത്തുന്ന പ്രവർത്തനത്തെ ആശ്രയിച്ചിരിക്കുക. അത് BJP ആയാലും LDF ആയാലും UDF ആയാലും നടത്തുന്ന പ്രവർത്തനത്തെ ആശ്രയിച്ചായിരിക്കും അതിൻ്റെ സാധ്യത നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്. സുരേഷ് ഗോപി വളരെ കഴിഞ്ഞ 10 വർഷമായി ആ കോൺസ്റ്റിറ്റ്യുവൻസി കേന്ദ്രീകരിച്ച് വർക്ക് ചെയ്യുന്നു. ജീവകാരുണ്യപരമായ പ്രവർത്തനങ്ങളിലൂടെയും മതപരമായിട്ടുള്ള പല ചടങ്ങുകളിലൂടെയും ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിലുള്ള നല്ല ഹോം പ്രിപ്പറേഷൻസ് നടത്തിക്കൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. താരപരിവേഷത്തിൻ്റെതായ സ്വാധീനമുണ്ട്. പിന്നെ BJP വിരുദ്ധ വോട്ടുകൾ നിങ്ങൾ പരിശോധിച്ചാൽ ഇപ്പോൾ K മുരളീധരൻ 3ാം സ്ഥാനം പോയി എന്ന് പറഞ്ഞാലും 9,000 വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. സുനിൽകുമാറും K മുരളീധരനും തമ്മിൽ 9,000 വോട്ടിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ BJP വിരുദ്ധ വോട്ട് ഏതാണ്ട് തുല്യമായി 2ആയി വീതിച്ചതിൻ്റെ കൂടി ആനുകൂല്യം സുരേഷ് ഗോപിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് BJPയുടെ വളർച്ച എന്ന് ചോദിച്ചാൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഒരു സീറ്റ് കിട്ടിയെന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അംഗീകാരം തന്നെയാണ്. പക്ഷേ അതൊരു ശാശ്വതമായ വളർച്ചയായി വിലയിരുത്താൻ കഴിയില്ല എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അതിൻ്റെ ഇപ്പോൾ കൈവരിച്ച നേട്ടത്തെ വില കുറച്ച് കാണുകയില്ല, ഒരു ശാശ്വതമായ നേട്ടമായി. കാരണം ഈ പല ഘടകങ്ങളുണ്ട്. സുരേഷ് ഗോപി എന്നാൽ എന്തുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ ഇതിനേക്കാൾ എൻ്റെ അഭിപ്രായത്തിൽ BJPക്ക് കുറേ കൂടി സംഘടനാപരമായ സ്വാധീനവും ബഹുജനാടിത്തറയും, ഒരു കോർപ്പറേഷനിൽ തന്നെ 46 സീറ്റ് വാങ്ങി തിരുവനന്തപുരത്ത് എന്തുകൊണ്ട് ജയിക്കാൻ കഴിയുന്നില്ല? അപ്പോൾ സുരേഷ് ഗോപി ഇപ്പോൾ തന്നെ നമുക്കറിയാം, പ്രധാനമന്ത്രി തന്നെ 3 പ്രാവശ്യം തൃശ്ശൂർ വന്നു. അദ്ദേഹത്തിൻ്റെ അതൊക്കെ ഒരു ഇലക്ഷൻ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് വളരെ ഡെലിബറേറ്റായിട്ട് ഇൻറ്റൻസീവായി പ്രധാനമന്ത്രി അടക്കം നേരിട്ട് വന്ന് നടത്തിയ പ്രവർത്തനങ്ങളുടെയൊക്കെ ഇമ്പാക്റ്റ് തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞങ്ങളിപ്പോൾ സംശയിക്കുന്ന ഒരു ഗൗരവതരമായ പ്രശ്നം 2 കാര്യങ്ങൾ. അവിടെയാണ് CPM ഈ തെരഞ്ഞെടുപ്പിൽ എന്തോ നീക്കുപോക്ക് BJPയുമായി ഉണ്ടാക്കിയിട്ടുണ്ട്. അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള പശ്ചാത്തല സൗകര്യം ഒരുക്കുന്നതിൽ CPMൻ്റെയും മുഖ്യമന്ത്രിയുടെയും സഹായം ഉണ്ടായിട്ടുണ്ടോ എന്ന് ന്യായമായ സംശയം വരുന്ന അവിടെയാണ്. ഒന്ന്, തൃശ്ശൂർ പൂരം നടത്തുന്നതിനാവശ്യമായിട്ടുള്ള ഗ്രൗണ്ടിൻ്റെ
വാടക നിശ്ചയിച്ചുകൊണ്ട് എത്രയോ മടങ്ങ് വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുണ്ടാക്കുക. അതവസാനം CPI നേതൃത്വം, റവന്യൂ മന്ത്രി രാജൻ ഉൾപ്പെടെയുള്ളവർ, കാരണം റവന്യൂവിൻ്റെ പരിധിയിൽ വരുന്നതായതുകൊണ്ട് ഇടപെട്ട ആ പ്രശ്നം അപ്പോൾ തന്നെ വലിയ ആക്ഷേപമായി. അതെല്ലാം കഴിഞ്ഞു, അത് പരിഹരിച്ചു വരുന്നത്. തെരഞ്ഞെടുപ്പിന് കഷ്ടിച്ച് ഒരാഴ്ചയുള്ളപ്പോഴാണ് തൃശ്ശൂർ പൂരത്തെ കലക്കാൻ വേണ്ടി ആഭ്യന്തര വകുപ്പിലെ പോലീസ് സേന ഇടപെടുന്നത്. ആരാ അവിടെ ആദ്യം ഓടിയെത്തിയത്? ഈ പ്രശ്നമുണ്ടായി ആദ്യം അവിടെ ഓടിയെത്തിയത് സുരേഷ് ഗോപിയാണ്. ഇതെങ്ങനെ ഒരു മാനുഫാക്ചേർഡ് ആൻഡ് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു നടപടി, ആസൂത്രിതമായ ഗൂഢാലോചനയല്ല എന്നെങ്ങനെ വിലയിരുത്താൻ കഴിയും? ആർക്കാ മനസ്സിലാകാൻ കഴിയാത്തത്? തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് തൃശ്ശൂർ പൂരം നടക്കുന്ന, അവിടുത്തെ തൃശ്ശൂർ ജില്ലയുടെ എന്നല്ല കേരളത്തിൻ്റെ തന്നെ വികാരമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ആ തൃശ്ശൂർ പൂരം കേരളത്തിൻ്റെ തന്നെ സാംസ്കാരിക പൈതൃകത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും പ്രതീകമായി അവിടുത്തെ ജനങ്ങൾ ജാതിമത ഭേദം കൂടാതെ ഏറ്റവും ഉത്സാഹത്തുമ്പപ്പോടുകൂടി നടത്തുന്ന ഒരു ആഘോഷം, അതിന് കൊടുക്കുന്ന ഗ്രൗണ്ടിൻ്റെ റെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ റേറ്റ് ഈ തരത്തിൽ എക്സീഡ് ചെയ്യുക, വലിയ പ്രതിഷേധം ക്ഷണിച്ചു വരുത്തുക, പ്രകോപനപരമായി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടാകുക, CPIയുടെ ശക്തമായ ഇടപെടലിനെ തുടർന്ന് അത് തൽക്കാലത്തേക്ക് പിൻവലിക്കുക. അത് കഴിഞ്ഞ് പൂരം, ഒരു ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ പൂരം എങ്ങനെയൊക്കെ വഷളാക്കാമോ എന്തൊരു വാർത്തയായിരുന്നു. ഓടിയെത്തിയതാരാ? സുരേഷ് ഗോപി. ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ബോധപൂർവമായി BJPക്ക് അക്കൗണ്ട് തുറക്കാൻ ഉള്ള പശ്ചാത്തല സൗകര്യം ഒരുക്കുന്നതിൽ ഇടതു ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നിസ്തുലമായ പങ്കുവഹിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ആ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുണ്ടായ ഈ 2 വിഷയങ്ങളുടെയും ഗുണഭോക്താവാരാ? ഒരിക്കലും UDF ആകില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ അതാണ് അദ്ദേഹം മുന്നോട്ട് വെച്ച രാഷ്ട്രീയം തന്നെ. അതാണല്ലോ ഹൈന്ദവ സമൂഹത്തിനും അവരുടെ ആരാധനാനുഷ്ഠാനങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും എതിരായിട്ടുള്ള വിവേചനം എന്ന നിലയിൽ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് ഈ 2 ഇൻസ്റ്റൻസസ് തുടർച്ചയായിട്ടുണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് യാദൃച്ഛികമായി ഉണ്ടായതല്ല, ഡെലിബറേറ്റായി തന്നെ ചെയ്തതാണ് എന്ന് ഞങ്ങൾ ന്യായമായും സംശയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ നമുക്ക് വോട്ടിങ്ങിൻ്റെയൊക്കെ വിശദാംശങ്ങൾ കിട്ടിയതിന് ശേഷം ചർച്ച ചെയ്യാം. ഈ സമയത്താണ് ചർച്ച. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ആക്ഷേപം തൃശ്ശൂർ ജില്ലയിൽ നിൽക്കുന്നു. AC മൊയ്തീൻ അടക്കം ബാങ്കിൻ്റെ അവിടുത്തെ CPMൻ്റെ സംസ്ഥാന സമിതി അംഗം അടക്കമുള്ള ആൾക്കാർ പ്രതിക്കൂട്ടിൽ നിൽക്കുകയും EDയുടെ അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടത്, അവിടുത്തെ ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ട വിഷയം. പിന്നെ ഈ തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങളുള്ളപ്പോഴല്ലേ തൃശ്ശൂർ DC ഓഫീസിൽ വെച്ച് പിണറായി വിജയൻ നേരിട്ട് 2-3 പേരുമായി നടത്തിയ ചർച്ച. ഇതൊക്കെ ആളുകളിൽ സംശയമുണ്ട്. കൂട്ടത്തിലാണ് EP ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറുമായി തിരുവനന്തപുരത്ത് വെച്ച് പെട്ടെന്ന് ചർച്ച നടത്തുന്നു തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച്. അതിനെ മുഖ്യമന്ത്രി പരോക്ഷമായിട്ട് ന്യായീകരിക്കുന്നു. ഞാനും പ്രകാശ് ജാവ്ദേക്കറുമായി തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട് എന്ന് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ന്യായീകരിക്കുന്നു. ഇതെല്ലാം കൂടി നിങ്ങളൊന്ന് ചേർത്ത് വായിച്ചാൽ എന്നിട്ട് എന്താ പറഞ്ഞത്? ശ്രീ EP ജയരാജൻ LDFൻ്റെ ഏകോപന സമിതി കൺവീനർ പറഞ്ഞത് എന്താണ്? ഏറ്റവും മികവുറ്റ സ്ഥാനാർത്ഥികളെയാണ് BJP നിർത്തിയിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞതെല്ലാം കൂടി ചേർത്ത് വായിച്ചാൽ BJPയുടെ അക്കൗണ്ട് ഇപ്രാവശ്യം ഓപ്പൺ ചെയ്തില്ലെങ്കിൽ തങ്ങൾക്കെന്തോ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന നിലയിലേക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ കൊണ്ടുചെന്നോ എന്ന് ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണ് പിന്നാമ്പുറങ്ങളിലൊക്കെ പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും അത് മാത്രമല്ല, അതാണല്ലോ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു BJP മത്സരിക്കുന്ന സ്റ്റേറ്റിലും പോയില്ല. എന്തുകൊണ്ട് പോയില്ല? സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി BJPക്കെതിരായിട്ടുള്ള ക്യാമ്പയിനിൽ പങ്കെടുക്കാനേ പോയില്ല. തിരുവനന്തപുരത്ത് പ്രസംഗിച്ചു എന്നുള്ളത് കൊണ്ടോ തൃശ്ശൂർ പ്രസംഗിച്ചതുകൊണ്ടോ ആയോ? അവിടെയൊക്കെ പ്രധാനം LDF UDF ആയിരുന്നല്ലോ സത്യത്തിൽ മത്സരം. ഇപ്പോൾ BJP പ്രധാന ശത്രുവായിട്ടുള്ള ഏത് നിയോജക മണ്ഡലത്തിലാണ് അദ്ദേഹം സംസ്ഥാനത്തിന് പുറത്തു പോയിട്ട് പ്രസംഗിച്ചത്? ഒരു സ്ഥലത്ത് തൊട്ടപ്പുറത്തല്ലേ ഈ അവിടുത്തെ മത്സരിക്കുന്ന CPMൻ്റെ 2 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന തമിഴ്നാട്, അവിടെ പോലും പോയില്ലല്ലോ. പ്രകാശ് കാരാട്ടും വൃന്ദ കാരാട്ടും സീതാറാം യെച്ചൂരിയും ഉൾപ്പെടെയുള്ള എല്ലാ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾക്കും പോകാം, ഇദ്ദേഹത്തിന് മാത്രം പോകാൻ കഴിയില്ല എന്ന് പറയുന്നത് തന്നെ ഞാനിപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ BJPയുടെ വളർച്ചയിൽ LDF ഗവൺമെൻറ്റിൻ്റെയും പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയുടെയും നിസ്തുലമായ പങ്ക്
BJPയുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിലുണ്ട് എന്ന് ഞങ്ങൾ ന്യായമായും സംശയിക്കുന്നു. ഒരു സംശയവും വേണ്ട, 18ാം ലോക്സഭ വളരെ ഗൗരവമുള്ള സഭയായിരിക്കും. സർക്കാരിൻ്റെ ഏകാധിപത്യപരമായ പ്രവണതകൾക്ക് അതിശക്തമായിട്ടുള്ള നിയന്ത്രണം എന്ന് ഞാൻ പറയുന്നില്ല, ശക്തമായ പ്രതിരോധമുണ്ടാകും. ഏകപക്ഷീയമായി ഒരു ഗവൺമെൻറ്റിൻ്റെ ഭരണം നടത്തിക്കൊണ്ടു പോകാമെന്ന് BJP വിചാരിക്കുകയേ വേണ്ട. ഞാനിന്ന് പാർലമെൻറ്റിൻ്റെ ആദ്യമായി പേര് രജിസ്റ്റർ ചെയ്ത ആളാണ്. പാർലമെൻറ്റിൽ ഫസ്റ്റ് 18ാം ലോക്സഭയിൽ യാദൃച്ഛികമായിട്ടാണ് ഇന്ത്യ മീറ്റിങ്ങിന് വന്നതാണ്. ഫസ്റ്റ് രജിസ്ട്രേഷൻ എൻ്റെ പേരിലാണ്. ഞാനപ്പോൾ അവിടെ മാധ്യമ സുഹൃത്തുക്കളുണ്ടായിരുന്നു, അവരോട് ചർച്ച ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ന് തന്നെ ഐഡൻറ്റിറ്റി ഒരു പുതിയ സംവിധാനത്തിലല്ല, ഐഡൻറ്റിറ്റി കാർഡും CGHS കാർഡും ഒക്കെ ഒറ്റ സ്ട്രെച്ചിന് നമ്മൾ കറങ്ങി 10 മിനിറ്റ് കഴിഞ്ഞ് കറങ്ങി തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ലാമിനേറ്റ് എൻ്റെ ഉണ്ട് ഐഡൻറ്റിറ്റി കാർഡും അതുപോലെ CGHS കാർഡും ഒക്കെ നൽകുന്നത്. അതൊക്കെ സിസ്റ്റമൊക്കെ നല്ലത് തന്നെ. പക്ഷെ ഞാൻ പറഞ്ഞത്, അവരെന്നോട് ചോദിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട സംഗതി, ഈ ലോക്സഭയിൽ ഇപ്പോൾ തന്നെ ഞാൻ ഗൗരവതരമായ ആരോപണം ഇപ്പോൾ തന്നെ അഡ്വാൻസ് ആയിട്ട് ഉന്നയിക്കുന്നു. കഴിയുമെങ്കിൽ ഇന്ത്യ മുന്നണിയിൽ ചർച്ച ചെയ്ത് അത് തന്നെ ഞങ്ങൾ ഇന്ത്യൻ പാർലമെൻറ്റിനെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള ഡിപ്പാർട്ട്മെൻറ്റാക്കി മാറ്റുന്നത് പോലെയുള്ള പരിശ്രമങ്ങളാണ് നടക്കുന്നത്. നിങ്ങളൊക്കെ ഇതിനകം റിപ്പോർട്ട് ചെയ്താണ് അവിടുത്തെ സുരക്ഷാ ചുമതല. പാർലമെൻ്റ് എന്ന് പറയുന്നൊരു ഇൻഡിപെൻഡൻ്റ് ഓർഗനൈസേഷനാണ്. ഗവൺമെൻറ്റിനെ അക്കൗണ്ടബിളാക്കാൻ ബാധ്യതയുള്ള ഇന്ത്യൻ പാർലമെൻറ്റിനെ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള ഡിപ്പാർട്ട്മെൻറ്റാക്കി മാറ്റുകയാണ്. സുരക്ഷാ ചുമതല CISFനെ ഏൽപ്പിച്ചു. അവിടുത്തെ പാർലമെൻറ്റിൻ്റെ സുരക്ഷ എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റിൻ്റെ അബ്സല്യൂട്ട് ഡൊമൈനിൽ വരുന്നതാണ്. പാർലമെൻറ്റ് ആൻഡ് ഇറ്റ്സ് പ്രസൻസ് എന്ന് പറയുന്നത് പൂർണ്ണമായും സ്പീക്കറുടെ നിയന്ത്രണം. സ്പീക്കർക്ക് യാതൊരു റോളുമില്ല. പൂർണ്ണമായും ഇപ്പോൾ ഗവൺമെൻറ് അല്ലെങ്കിൽ മിനിസ്ട്രി കൈകാര്യം ചെയ്യുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ ഇനി ചിലപ്പോൾ നടക്കില്ലായിരിക്കാം. സ്പീക്കറെയും ചെയർമാനെയും ഒക്കെ സഹായിക്കാൻ വേണ്ടി നിൽക്കുന്ന മാർഷൽ വരെ CRPFൻ്റെയും CISFൻ്റെയും ആൾക്കാരെ വയ്ക്കുന്നതിനെ സംബന്ധിച്ചാണ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നു, ആഭ്യന്തര വകുപ്പ് മന്ത്രാലയം എങ്ങനെയാണ് ഒരു ഉത്തരവ് കൊടുക്കുന്നത്? ലോക്സഭാ പരിസരത്തെ സുരക്ഷാ ചുമതലയെ സംബന്ധിച്ചും മറ്റ് കാര്യങ്ങളെ സംബന്ധിച്ചുമൊക്കെ വിശദമായി പരിശോധിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ ആഭ്യന്തര മന്ത്രാലയം ഒരു കമ്മിറ്റി വെക്കുകയാണ്, 5 അംഗ കമ്മിറ്റിയെ. നമ്പർ എനിക്ക് ഓർമ്മയില്ല. ഒരു കമ്മിറ്റി വെക്കുകയാണ്, ഒരു എക്സ്പേർട്ട് കമ്മിറ്റിയെ. ആ എക്സ്പേർട്ട് കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളാണ് ഘട്ടം ഘട്ടമായി ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാനത് എങ്ങനെ സാധ്യം? അപ്പോൾ എന്ത് ഇൻഡിപെൻഡൻസ് ആണ് പാർലമെൻറ്റിനുള്ളത്? സ്പീക്കർക്ക് വെക്കാം, ഒരു കമ്മിറ്റിയെ വെക്കാം, ആഭ്യന്തര മന്ത്രാലയത്തോട് ഞങ്ങൾ ഇത് പാർലമെൻറ്റിൻ്റെ സുരക്ഷ പ്രതിസന്ധിയിലായിരിക്കുന്ന ഘട്ടത്തിൽ ആഭ്യന്തര മന്ത്രാലയം ഈ ഒരു നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെടാം. ഇത് ആഭ്യന്തര മന്ത്രാലയം ഒരു സബ് കമ്മിറ്റിയെ വെച്ച്, ഒരു എക്സ്പേർട്ട് കമ്മിറ്റിയെ വെച്ച് പരിശോധന നടത്തിയിട്ട് മാർഷൽ അടക്കം, അതുപോലെ ഇന്നർ ലോബിയിലടക്കം, ലോബിയിൽ ഔട്ടർ ലോബിയിൽ മാത്രമല്ല, പിന്നെ ഔട്ടർ ലോബി ഇന്നർ ലോബി ഒന്നുമില്ല, പേരിനേ ഉള്ളൂ പുതിയ പാർലമെൻറ്റ്. ഔട്ടർ ലോബിയിലും ഇന്നർ ലോബിയിലും CRPF ഉൾപ്പെടെയുള്ള പോലീസ് പേഴ്സണലിന് പ്രവേശിക്കാൻ അവസരം കൊടുക്കണമെന്നാണ്. ഇവിടെ SPG, പ്രധാനമന്ത്രിയോടൊപ്പം വരുന്ന SPGക്ക് പോലും ഇന്നർ ലോബി കയറാൻ അവകാശമില്ല. അവർക്ക് പോലും പുറത്ത് നിൽക്കുകയാണ്. ഇപ്പോൾ കൊടുത്തിരിക്കുന്ന നടപ്പാക്കാൻ പോവാണത് അതിൻ്റെ ഭാഗമായിട്ടാണ് CRPFനെ ഇപ്പോൾ തന്നെ ഈ ഇതിനെല്ലാം ആദ്യത്തെ പ്രാഥമിക പരിശോധനകളെല്ലാം അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞു. എന്ത് ഇൻഡിപെൻഡൻസ് ആണ്? ആഭ്യന്തര മന്ത്രാലയമാണ് സുരക്ഷാ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതെങ്കിൽ പിന്നെ എന്ത് സെപ്പറേഷൻ ഓഫ് എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേച്ചർ എങ്ങനെയാണ് നിൽക്കുന്നത്? സ്വാഭാവികമായും സ്പീക്കറും ലോക്സഭാ സെക്രട്ടേറിയറ്റും അവർക്ക് കീഴ്പ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ കാര്യത്തിൽ മാത്രമല്ല, നിരവധി IAS ഓഫീസർമാരെ ഇപ്പോൾ തന്നെ ഡെപ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പാർലമെൻറ്റ് ഇപ്പോൾ ഇരിക്കുന്ന സെക്രട്ടറി നല്ലൊരു IAS ഓഫീസറാണ്. ഞാൻ കേട്ടത് ഒരു ഹോം മിനിസ്ട്രിയിലെ ഒരു അഡീഷണൽ സെക്രട്ടറിയാണ് ക്വസ്റ്റ്യൻ ബ്രാഞ്ചിലിരിക്കുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ആഭ്യന്തര വകുപ്പിനെതിരായി വരുന്ന ചോദ്യങ്ങൾ സ്ക്രൂട്ടണി ചെയ്ത് ലിസ്റ്റ് ചെയ്യേണ്ടുന്നത്? ആർക്കെതിരായിട്ടാണോ ചോദ്യം വരുന്നത് അവർ തന്നെയാണത് പിന്നെ ലിസ്റ്റ് ചെയ്യാൻ ബാധ്യതപ്പെട്ടത്. ഇപ്പോൾ എൻറ്റയർ ഇൻഡിപെൻഡൻസ് ഓഫ് പാർലമെൻറ്റാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇത് ഞാൻ മുന്നണി ചർച്ച ചെയ്തിട്ടില്ല, അതുകൊണ്ട് പറയുന്നില്ല. ഇത് തന്നെയാണ് പാർലമെൻറ്റിൻ്റെ സ്വതന്ത്രത, അല്ലെങ്കിൽ പാർലമെൻറ്റിൻ്റെ ഒരു ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യവും അതൊരു സ്വതന്ത്ര സംവിധാനമായി നിലകൊള്ളേണ്ടതിന് പകരം അതിനെയും ഗവൺമെൻറ്റിൻ്റെ ഒരു ഭരണ സംവിധാനമാക്കി മാറ്റുന്ന സ്ഥിതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതടക്കമുള്ള കാര്യങ്ങൾ സഭയിൽ ഉയർത്തിക്കൊണ്ടുവരും. ഒരു കാരണവശാലും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്,
ഇപ്പോൾ തന്നെ ഇ ഡി അടക്കമുള്ള കേന്ദ്രാന്വേഷണ ഏജൻസികളുടെ ദുരുപയോഗം ഇനി അത് നടക്കാൻ പോകുന്നില്ല. നടന്നാൽ സഭ നടക്കില്ല. അതുതന്നെയാണ് രാജ്യത്തൊരു പ്രതിസന്ധി തന്നെ ഉണ്ടാകും. അതുകൊണ്ട് അതിശക്തമായിട്ടുള്ള പ്രതിരോധം വരും ദിവസങ്ങളിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തുനിന്നുണ്ടാകും. അതിനുള്ള ശക്തി 230-ലധികം സീറ്റ് എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല. അതിശക്തമായിട്ടുള്ള പോരാട്ടം പാർലമെൻറ്റിനകത്തുണ്ടാകും. മഹുവ മൊയ്ത്ര ഉൾപ്പെടെ 2 പേരെ അവർ ഡിസ്ക്വാളിഫൈ ചെയ്തു. രാഹുൽ ഗാന്ധി 2 സ്ഥലത്തും വർദ്ധിത ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ചു. മഹുവ മൊയ്ത്ര ഉൾപ്പെടെ ഉള്ളവർ ജയിച്ചു. സസ്പെൻഡ് ചെയ്യപ്പെട്ട മിക്കവാറും ആൾക്കാരൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. അതുകൊണ്ട് പാർലമെൻറ്റിൻ്റെ പഴയകാല പാരമ്പര്യം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തുനിന്നുണ്ടാകും. എല്ലാ അദ്ദേഹവും കോൺഗ്രസ് പാർട്ടിയും എടുക്കേണ്ട തീരുമാനമാണ്. നമ്മളാരും അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നില്ല. 2 സീറ്റ് ജയിച്ച സാഹചര്യത്തിൽ ഏതെങ്കിലും ഒന്ന് ഒഴിയേണ്ടതായിട്ട് വരും. അത് ഉചിതമായ തീരുമാനം രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പാർട്ടിയും എടുക്കും. നമ്മൾ അതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു അഭിപ്രായവും പറയാൻ കഴിയില്ല. പക്ഷേ അപ്പോഴും 4 ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിച്ച നരേന്ദ്രമോദി 1.5 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് വരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് യു പിയിൽ അടക്കമുണ്ടായിട്ടുള്ള ഇമ്പാക്റ്റ്, ഇദ്ദേഹമാണ് ദൈവിക അവതാരമാണ് എന്ന് സ്വയം പ്രഖ്യാപിച്ചത്. ദൈവിക അവതാരമായി പ്രഖ്യാപിച്ചയാളിന് ഭൂരിപക്ഷത്തിൻ്റെ കുറവ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ എനിക്ക് തോന്നുന്നില്ല. വരുന്ന ദിവസങ്ങളിൽ കാണാം. ഇപ്പോൾ ജനതാദൾ യുണൈറ്റഡ്, അതുപോലെ തന്നെ TDP തെലുങ്ക് ദേശം പാർട്ടി, അതുപോലെ ഒഡീഷയിലുള്ള നവീൻ പട്നായിക്കിൻ്റെ നേതൃത്വത്തിലുള്ള ബിജു ജനതാദൾ, ഈ പാർട്ടികളുടെയൊക്കെ നിലപാടുകൾ വരും ദിവസങ്ങളിൽ വളരെ വളരെ പ്രസക്തമാണ്. ബിജു ജനതാദളിന് അവർക്ക് സീറ്റില്ല. എന്നാൽ പോലും സീറ്റില്ലാത്തതിൻ്റെ കാരണം ഞാൻ പറയാം. ബിജു ജനതാദൾ കഴിഞ്ഞ 2 പാർലമെൻറ്റിലും എന്തായിരുന്നു ഒരു നടപടി? പൂർണ്ണമായും BJPയെ സഹായിക്കുന്ന നിലപാടല്ല. എപ്പോഴെല്ലാം സഭയിൽ ഗവൺമെൻറ് പ്രതിരോധത്തിലാകുന്നുവോ അപ്പോഴെല്ലാം ഗവൺമെൻറ്റിനെ സംരക്ഷിക്കാൻ വർത്തമാനം കൊണ്ടും വോട്ട് കൊണ്ടും തയ്യാറായി മുന്നോട്ട് വന്നത് ഈ BJD-യാണ്. ഭർത്തൃഹരി മേത്ത ഉൾപ്പെടെയുള്ള അതാണ് അവരുടെ തിരിച്ചടി. എല്ലാം ഈ 10 വർഷവും എനിക്കറിയാം. ഞാൻ പൂർണ്ണ സമയം പാർലമെൻറ്റ് അറ്റൻഡ് ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ ഏതെങ്കിലും ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു വളരെ ഗുരുതരമായ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂ എല്ലാവരും എതിർത്തു. BJPയോടൊപ്പം നിൽക്കുന്ന സഖ്യകക്ഷി ഞാൻ ഓർക്കുന്നില്ല, എതിർത്ത ഘട്ടത്തിലാണ് അതിനൊരു പുതിയ പരിപ്രേക്ഷ്യവുമായി ഭർത്തൃഹരി മേത്തയ്ക്ക് പ്രത്യേക സമയം കൊടുത്ത് അദ്ദേഹം എഴുന്നേറ്റ് സംസാരിക്കുന്നു. എൻ്റെ ഡിസ്കഷൻ വഴിമാറ്റി വിടുന്നു. ഇതായിരുന്നു സ്ഥിരം. അയാളിപ്പോൾ BJP പോയി. ഞാൻ പറഞ്ഞത് വാക്കുകൊണ്ടായാലും വോട്ട് കൊണ്ടായാലും ഈ ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത് ബിജു ജനതാദളാണ്. അവിശ്വാസ പ്രമേയം വന്ന ഘട്ടത്തിലും അവർ സ്വീകരിച്ച നിലപാട് വ്യത്യസ്തമായിരുന്നു. അതിൻ്റെ തക്ക തിരിച്ചടിയാണ് ഒഡീഷയിൽ ബിജു ജനതാദളിന് കിട്ടിയത്. അല്ലാതെ പാണ്ഡ്യൻ എന്നൊരു വിഷയം മാത്രമല്ല, ദേശീയ തലത്തിലുണ്ടായിട്ടുള്ളൊരു വികാരം, ആ വികാരത്തോടൊപ്പം നിന്നില്ല എന്ന് മാത്രമല്ല അവരോടൊപ്പം സഹായിച്ചു എന്നുള്ള നിലപാട് കൊണ്ടാണ് അവർക്ക് തിരിച്ചടി പറ്റിയത്. ഇത് തന്നെയാണ് ഒരു ഘട്ടത്തിൽ ചന്ദ്രബാബു നായിഡുവിനുണ്ടായത്. ഇത് തന്നെയാണ് ചന്ദ്രബാബു നായിഡുവിന് നല്ലതുപോലെ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ വിവേകത്തോടുകൂടി വരും കാലങ്ങളിൽ പ്രവർത്തിക്കുമെന്നാണ് ഞങ്ങളുടെ നല്ല ആത്മവിശ്വാസം. ബീഹാറിൽ സത്യത്തിൽ നമ്മൾ പ്രതീക്ഷിച്ച ഒരു ഫലം അവിടെ ഉണ്ടായില്ലെന്ന് മാത്രമല്ല, എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നിതീഷ് കുമാറിൻ്റെ ഒരു സ്വാധീനമുണ്ടെന്ന് വേണം വിലയിരുത്താൻ. ഞാൻ പറഞ്ഞു, നിതീഷ് കുമാർ ഇപ്പോഴും പകുതി മനസ്സാണ്. എപ്പോഴും ഞാൻ ഇന്ത്യ മുന്നണി മീറ്റിങ്ങിലൊക്കെ നല്ലത് ഞാൻ പലപ്പോഴും സംശയിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന് എന്ത് പറ്റി. കാരണം ഞങ്ങളൊക്കെ ഞാൻ 96-ൽ പാർലമെൻറ്റ് ഏറ്റവും കൂടുതൽ അവിശ്വാസ പ്രമേയത്തിൻ്റെ ചർച്ചയിലൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. യഥാർത്ഥ ഒരു സോഷ്യലിസ്റ്റായി പാർലമെൻറ്റിൽ നടന്നു നിന്നയാളാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം രാവിലെ പറയുന്നതല്ല ഉച്ചയ്ക്ക് പറയുന്നതല്ല വൈകുന്നേരം പറയുന്നത്. എല്ലാം കോൺഗ്രസ് പാർട്ടിയല്ലേ തീരുമാനിക്കുന്നത്. മുന്നണിയാണെങ്കിൽ പോലും കോൺഗ്രസ് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് അവരുടെ നേതാവ് ആരുന്നതിനെ സംബന്ധിച്ച്. ഇപ്പം നമ്മൾ പറയുന്നത് ഒട്ടും ശരിയല്ല. ഒരു പാർട്ടി അവരുടെ എല്ലാ കാര്യങ്ങളും ഘടകങ്ങളും പരിശോധിച്ച് തീരുമാനമെടുക്കുമ്പോൾ നമ്മളതിലെ ഒരു ഘടക പാർട്ടി എന്ന നിലയിൽ അക്കാര്യത്തിൽ ഒരു അഭിപ്രായം പറയുന്നത് ഒരു കാരണവശാലും ശരിയല്ല.